സനോജ്, മന്ത്രി വി എൻ വാസവൻ പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയും കയറി വഴിമുടക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അവിടുത്തെ ഒരു MLA യും. ആ രീതിയിലാണ് ആ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും പ്രശ്നമുണ്ടാക്കുകയാണ്. എന്താണ് ശരിക്കും ഈ ഒരു സമരത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്, UDF ലക്ഷ്യം വെക്കുന്നത്? കിട്ടുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു അപകടം അത് അങ്ങ് ഏത് മോശപ്പെട്ട തരത്തിലും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സനോജ്, ഷമി, ദുരന്തമുഖത്തും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുന്ന കോൺഗ്രസിന്റെ പതിവ് രീതി ഈ കാര്യത്തിലും വ്യത്യസ്തമായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഷോക്കേറ്റ് മരിച്ച ഒരു കുട്ടിയുടെ സംഭവ വികാസം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത് കേരളം കണ്ടതാണ്. സമാനമായ സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിലുമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടം സംഭവിച്ച മെഡിക്കൽ കോളേജിൻ്റെ ആ പ്രദേശത്താണ്. ആ കെട്ടിടം തകർന്ന ആ പ്രദേശം നമുക്ക് ദൃശ്യം കഴിയും. ഇപ്പോൾ നമ്മുടെ ക്യാമറ, ഞാൻ നിൽക്കുന്ന ഈ 4 പാടും വലിയ കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടമാണ് ബലക്ഷയം സംഭവിച്ച കെട്ടിടമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ രോഗികളെയാണ് ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും മാറ്റിയിട്ടുള്ളത്. അവിടെ നിന്നും മറ്റൊരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ബഹുനില കെട്ടിടം കാണാൻ കഴിയും. അവിടെയും ബഹുനില കെട്ടിടമാണ്. പിന്നീട് നമ്മുടെ ഇപ്പോൾ ഇടതുവശത്തേക്ക്, നമ്മുടെ ഇടത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഇടത് ഭാഗത്തും കെട്ടിടം കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ പിൻഭാഗത്തും കെട്ടിടം കാണാൻ കഴിയും. അങ്ങനെ ഈ സർക്കിളിൽ ഈ 4 ഭാഗവും ബഹുനില കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് വാഹനം എത്തിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ JCB വന്ന പാതയാണിത്. JCB വരാൻ ശ്രമം നടത്തുമ്പോൾ ഈ ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തെ മതിൽ, ഇതുപോലെ മതിലുണ്ടായിരുന്നു. ആ മതിൽ പൊളിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് JCB ഇറക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായി നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പ്രദേശത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ ബോധപൂർവം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മെഡിക്കൽ കോളേജിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴിയിലൂടെയാണ്. ഈ ഇടുങ്ങിയ വഴിയിലൂടെയായിരുന്നു ഇന്നലെ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുന്നതിന് സാങ്കേതികമായ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗം, ഈ ബീം ഉള്ളത് കൊണ്ട് തന്നെ ഈ ബീമിൻ്റെ ഇടഭാഗത്തുകൂടി ഇതിനിടയിലൂടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ അടിഭാഗം തട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം, ഈ കട്ട കെട്ടിയ ഈ ഭാഗം പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് മണ്ണുമാന്തി യന്ത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ, ഇത് വലിയ പഴക്കം ചെന്ന ഒരു കെട്ടിട ഭാഗമാണ്. ഈ കെട്ടിട ഭാഗത്തു കൂടിയാണ് ഈ മണ്ണുമാന്തി യന്ത്രം ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഇടുങ്ങിയ ഈ പ്രദേശത്തു കൂടി 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അടിയന്തര സാഹചര്യം എന്ന നിലയിൽ കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പ്രദേശം വാർഡ് 11, ഈ വാർഡ് 11-ലെ രോഗികളെ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന സംവിധാനങ്ങൾ, മരുന്നുകളൊക്കെ തന്നെ ഇപ്പോൾ മാറ്റുന്നതിൻ്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും പിന്നീട് നമുക്ക് പോവുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഞാൻ നടന്നു പോകുന്ന ഈ വഴിയിലൂടെയാണ് ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശം എന്ന് പറയപ്പെടുന്നത് ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആളുകളെ കടത്തിവിടുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുമ്പോൾ ഈ മുകൾ ഭാഗം തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തട്ടിക്കഴിയുമ്പോഴേക്കും മണ്ണുമാന്തി യന്ത്രത്തിന് അകത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഇരുമ്പ് ദണ്ടുകൾ, അതായത് ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ ഭാഗത്തേക്ക് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുപോയത്. ഈ വഴിയിലൂടെ, അതായത് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ ഈ വഴിയിലൂടെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. അങ്ങനെ കൃത്യമായും സമയബന്ധിതമായും ഇത്രയും ദൂരത്തൂടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി രോഗികൾ, 100 കണക്കിന് രോഗികളെ, കൂട്ടിരിപ്പുകാരെ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ നടന്നു പോകുന്ന ഈ വഴി, അതിന് നേരെ നോക്കുകയാണെങ്കിൽ അങ്ങാണ് കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗമുള്ളത്. ആ അത്യാഹിത വിഭാഗത്തിൻ്റെ അതിലൂടെയാണ്, ഈ വഴിയിലൂടെ മണ്ണുമാന്തി യന്ത്രം
ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയാത്ത, വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരുന്നതിന് വൈകി എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. യാഥാർത്ഥ്യം ഇതായിരിക്കുകയാണ്. ഇന്നലെ രക്ഷാപ്രവർത്തനം അല്പം വൈകി എന്ന തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. എന്തായാലും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നതിനെ തുടർന്നാണ് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അതിദാരുണമായ സംഭവം. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും കഴിഞ്ഞത്. ഷമ്മി.